അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KH നാസർ സാഹിബ് അവർകൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിച്ച ദേശീയ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി ജിന്ന സാഹിബ് അവർകൾ, മറ്റു നേതൃത്വങ്ങളെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ച് 6.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും സ്വാതന്ത്ര്യത്തിന് മുമ്പ് നാം അനുഭവിച്ചിരുന്ന പല പ്രശ്നങ്ങൾക്കും ശരിയായ പരിഹാരം കാണുന്നതിന് ഇന്നും നമുക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഈ അടുത്ത കാലത്തായി നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് സൂചന നൽകുന്നത്. രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ സ്നേഹവും സാഹോദര്യവും സൗഹാർദ്ദവും ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള കരുതിക്കൂട്ടിയുള്ള വളരെ ആസൂത്രിതമായുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. വർഗീയ ഫാഷിസ്റ്റുകളുടെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്നുകൊണ്ട് വിലപിക്കുന്ന പതിനായിരങ്ങളുടെ തേങ്ങലുകൾ ഇന്നും നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മുക്കുമൂലകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിൽ ഒന്നായിരുന്നല്ലോ, അല്ലെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ ഒന്നായിരുന്നല്ലോ മുൻകഴിഞ്ഞ പല പ്രാസംഗികന്മാരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാദാപുരത്തെ തൂണേരിയിൽ നാം കണ്ടത്. ഉത്തരേന്ത്യയിലെ നഗരങ്ങളിലെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസമില്ലാത്ത, വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാത്ത, നിലപാടുകളില്ലാത്ത ഒരു സമൂഹത്തിന്റെ ഇടയിലല്ല അത് സംഭവിച്ചത്. നമ്മുടെ പ്രബുദ്ധമായ കേരളത്തിലെ വിദ്യാസമ്പന്നരായ, വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആ ഗ്രാമത്തിൽ, ആ തൂണേരിയിൽ തന്നെയാണ് അത് സംഭവിച്ചത്. ആ സ്ഥലം സന്ദർശിക്കുകയും അവിടുത്തെ സ്ഥിതിഗതികളെ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു എന്ന വ്യക്തി എന്ന നിലക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആരുണ്ടായിരുന്നു ആ സ്ത്രീകളുടെ കരച്ചിൽ കേൾക്കാൻ? ഏതു മാധ്യമമാണ് അവിടുത്തെ യഥാർത്ഥ നിജസ്ഥിതി പുറം ലോകത്തെ അറിയിച്ചിട്ടുള്ളത്? സമുദായത്തിന്റെ സംരക്ഷകരെന്ന് പറയുന്ന നിയമസഭയിലും മന്ത്രിസഭയിലും വളരെയേറെ പ്രാതിനിധ്യമുള്ള സാമുദായിക രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം എവിടെ പോയിരുന്നു? ഇന്നും ആ സ്ഥലത്ത് സ്ത്രീകളും കുട്ടികളും അവർ മാനസികമായി തകർന്നിരിക്കുകയാണ്. അവിടങ്ങളിലെ സ്ത്രീകൾക്ക് ഇന്നും അവരുടെ വീടുകളിലേക്ക് മടങ്ങി വരാൻ പേടിയാണ്. ഏതൊരു കലാപത്തിന്റെയും അന്തിമൈരകൾ സ്ത്രീകളും കുട്ടികളുമാണെന്നിരിക്കെ അവിടുത്തെ കുട്ടികളിൽ ഇന്ന് അപരിചിതരെ കണ്ടാൽ പോലും സംസാരിക്കാൻ ഭയപ്പെടുകയാണ്. സ്ത്രീകളെ നേരിട്ട് കാണുകയും അവരോടുള്ള സംസാരത്തിലൂടെ ഒരുവിധമൊക്കെ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിനും ഇന്ന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിയമപരമായ സപ്പോർട്ടുകളിലൂടെ അവരുടെ കണ്ണീരൊപ്പാൻ എന്നും ഞങ്ങൾ അവർക്കൊപ്പം ഉണ്ടായിരിക്കും. ഇനിയും ഒരു ശക്തിയെയും അവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ നമുക്ക് അനുവദിച്ചുകൂടാ എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ടും നമ്മുടെ രാജ്യത്തെ പ്രശ്നങ്ങളുടെ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് ഞാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ 50% വരുന്ന സ്ത്രീ ജനങ്ങളുടെ ഭാവി ഇന്നും ആശങ്കയിലാണ്. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്കെല്ലാം തന്നെ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാടെടുക്കാൻ ഇന്നും സാധിച്ചിട്ടില്ല. സ്ത്രീ സുരക്ഷ അത് വെറും പ്രസ്താവനകളിൽ മാത്രമാണ് ഇന്ന് ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തെ സ്ത്രീ സമൂഹത്തെ അവരെ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിലൂടെ അല്ലാതെ അവരെ ശാക്തീകരണത്തിലേക്ക് എത്തിക്കുന്നതിലൂടെയുമല്ലാതെ ഒരിക്കലും ആ സമൂഹത്തിന് ശക്തിയും നിർമ്മാണാത്മകവുമാവാൻ സാധിക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ കടമകളും ബാധ്യതകളും നിർവഹിക്കുന്നിടത്ത് നമുക്ക് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. ഈ വൻ ജനാവലിയെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം, ഈ രാജ്യത്തിന്റെ പുനർനിർമ്മിതിയിൽ എന്റെ പങ്ക് നിർവഹിക്കുന്നിടത്ത് എനിക്ക് ലിംഗവ്യത്യാസം അതൊരു തടസ്സമാവുക തന്നെയില്ല എന്ന്. ഇന്ന്
പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ നമുക്ക് ഏറെ പ്രതീക്ഷയുണ്ട്. രാജ്യത്തിന്റെ ഭരണകൂടം നമ്മുടെ രാജ്യത്തെ തകർക്കാൻ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ കൂടിക്കൊണ്ട് ആസൂത്രണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ വിരൽ ചൂണ്ടാൻ ശക്തിയുള്ള, തന്റേടമുള്ള, ആർജവമുള്ള ഒരേ ഒരു പ്രസ്ഥാനം അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മാത്രമാണ്. ഈ സംഘടന അതിന്റെ വർഗീയ ഫാഷിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ശക്തിയായ നിലപാടുകളിൽ മുന്നോട്ട് പോകുന്നിടത്തോളം കാലം നാഷണൽ വിമൻസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഭാരവാഹി എന്ന നിലയ്ക്ക് സംഘടനയുടെ എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ ഞാൻ ഉറപ്പു നൽകുകയാണ്. ഫാഷിസ്റ്റ് വർഗീയതക്കെതിരെ ഒരു മാസക്കാലമായി നടത്തിയ മൗനം അപകടം എന്ന ജാഗ്രതാ ക്യാമ്പയിനിൽ അണിനിരന്നുകൊണ്ട് യൂണിറ്റി മാർച്ചിൽ അണിനിരന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ എല്ലാ കേഡറ്റുകൾക്കും ഈ അവസരത്തിൽ ഞാൻ അഭിവാദ്യം അർപ്പിച്ചുകൊള്ളുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സർവശക്തൻ അർഹമായ പ്രതിഫലം നൽകിക്കൊണ്ട് അവന്റെ ഇരുഭവനങ്ങളിലും നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്യാമ്പസ്